മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വാമനാണെങ്കിൽ പ്രതാപനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കാത്തിരുന്നു, ഉടനെ തന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകുമെന്നും അത് ഞാൻ തന്നെ വിളിച്ചറിയിക്കുമെന്നും പറയുന്നുണ്ട്. ഇതുവരെ സംഭവിച്ചതുപോലെയൊന്നുമല്ല ഇത്തവണ, വിജയൻ നമ്മൾക്കൊപ്പമാണ് പ്രതാപ, അവളെ എന്നേക്കുമായി മുകളിലേക്ക് പറഞ്ഞയക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു എന്നെല്ലാം പറയാണ്. ഇതറിയുന്ന മുത്തശ്ശി പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, ഇനി അവരുടെ കൂടി ആവശ്യമില്ലാത്ത ഒന്നിലും പോയി തലയിടണ്ട എന്നെല്ലാം പറയാണ്. നിനക്ക് ആ മാർക്കോയുടെ ഭീഷണി ഓർമ്മയില്ലേ എന്ന് ചോദിക്കാണ്ടോ മുത്തശ്ശി. അതുകൊണ്ട് നീ തൽക്കാലത്തേക്ക് ഒന്നിൽക്കും പോകേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ പ്രതാപൻ ചിന്തിക്കുന്നുണ്ട്, അതും ശരി തന്നെയാണല്ലോ അമ്മ പറയുന്നതെന്ന്. പിന്നീടാണെങ്കിൽ ഉണ്ണി വന്നിട്ട് കരുണയോടായിട്ടും ദുർഗയോടും പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം കൂടിയ മഹാലക്ഷ്മി ഇവിടെ ജീവനോടുകൂടി ഉണ്ടാവുള്ളൂ, നാളെ അവരുടെ അന്ത്യമായിരിക്കും, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാനും അമ്മാവനും കൂടി നടത്തി കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ സ്വാഭാവികമാണ്, അതുകൊണ്ട് ഇതൊരു സ്വാഭാവിക മരണമായിട്ടാണ് എല്ലാവരും കാണുകയുള്ളൂ, നമ്മൾ പിടിക്കപ്പെടുമെന്നുള്ള പേടിയും വേണ്ട എന്ന് ഉണ്ണി പറയുമ്പോൾ ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഉണ്ണിയേട്ടാ, ഇതുപോലെ പല പ്രാവശ്യം നിങ്ങൾ ഓരോ പ്ലാൻ ചെയ്ത് വന്നിട്ട് അവൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവളുടെ മരണം ഇനി നേരിൽ കണ്ടിട്ടും മാത്രം ഇതുപോലെ എല്ലാവരും സന്തോഷിച്ചാൽ മതിയെന്ന് കരുണ പറയുന്നത്. പിന്നീട് മഹാലക്ഷ്മിയെയും കണ്ണനെയും കാണിക്കുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്, താൻ നാളെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകണമെന്നും ബാലചന്ദ്രൻ സാർ തനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തരുമെന്നും പറയുകയാണ് കണ്ണൻ. അതേസമയം മഹാലക്ഷ്മി കണ്ണനോടായിട്ട് വേറൊരു കാര്യം പറയുകയാണ്, അടുത്ത ട്രീറ്റ്മെൻറ്റും കൂടി കഴിഞ്ഞാൽ കണ്ണേട്ടിന് മുട്ടിന് മേലേക്ക് ചലനശേഷി കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നെല്ലാം മഹി പറയുകയാണ്. ആ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ട് വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കണ്ണേട്ടിന് ഇനി എണീറ്റ് നടക്കാൻ അധികം ദൂരമില്ല എന്നെല്ലാം മഹാലക്ഷ്മി പറയുകയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുമായിരിക്കും അല്ലേ മഹി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ പോലെ കണ്ണേട്ടിന് 2 കുഞ്ഞുങ്ങളുണ്ടാവും, അവർ ഈ തറവാട്ടിൽ പിച്ച വെച്ച് ഓടിക്കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കണ്ണേട്ട എന്നെല്ലാം സന്തോഷം പങ്കിടുകയാണ് മഹാലക്ഷ്മിയും കണ്ണനും കൂടെ. അപ്പോൾ മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട്, താനീ പറയുന്നതെല്ലാം കേട്ട് ഇപ്പോൾ എനിക്കും എത്രയും പെട്ടെന്ന് ആ ഒരു സന്തോഷ നിമിഷത്തിലെത്താൻ ആഗ്രഹിക്കുകയാണെന്നും പറയുന്നു. അങ്ങനെ മഹാലക്ഷ്മി അടുത്ത ദിവസം തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തുന്നുണ്ട്. വാമദേവനും ഉണ്ണിയും വർക്കറോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ പലകയെല്ലാം ഇളക്കി മാറ്റിയെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയും അതുപോലെ വാമദേവനും മഹാലക്ഷ്മിക്ക് ഒരുക്കിയ കെണിയിൽ വീഴുന്നത് കാത്തിരിക്കുകയാണ്. അതായത് ആ തട്ടിൽ ചവിട്ടി മഹാലക്ഷ്മി താഴേക്ക് നിലം പതിക്കുന്നത് കാത്ത് നിൽക്കുകയാണ് വാമദേവനും ഉണ്ണിയും. അങ്ങനെ ബാലചന്ദ്രൻ സാറാണെങ്കിൽ മഹാലക്ഷ്മിക്ക് അവിടെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം കാണിച്ചും കൊടുക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി മുകളിലേക്ക് കയറി പോകുന്നത് കണ്ട് സന്തോഷിക്കുകയാണ് ഉണ്ണിയും അതുപോലെ വാമദേവനും. അങ്ങനെ വാമദേവനാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, അവളുടെ പ്രകടനം തുടങ്ങി, അവളുടെ അവസാനത്തെ പ്രകടനമാണെന്നും ഇനി കണ്ണൻ്റെ സ്വത്തുക്കളും കമ്പനിയൊന്നും ഭരിക്കാൻ ഇവൾ ജീവനോടുകൂടി ഉണ്ടാവില്ല, ഈ പന്ത് നമ്മുടെ കോർട്ടിലാടാ എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും വളരെയേറെ സന്തോഷിക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി താഴേക്ക് വീഴുന്നത് കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിയും അതുപോലെ വാമദേവനും വർക്കറെല്ലാം മഹാലക്ഷ്മിയുടെ പിന്നാലെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ തൻ്റെ മുന്നിലുള്ള അപകടം അറിയാതെ മഹാലക്ഷ്മി അങ്ങനെ നീങ്ങുകയാണ്, എല്ലാ കാര്യങ്ങളും നോക്കി. അങ്ങനെ അവിടെ ഇളക്കി വെച്ചിരിക്കുന്ന തട്ടിൽ ചവിട്ടുകയും മഹാലക്ഷ്മി വീഴുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത്ഭുതകരമായിട്ട് തന്നെ മഹാലക്ഷ്മി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മഹാലക്ഷ്മിയെ രക്ഷകനായി എത്തുന്നത് ബാലചന്ദ്രൻ സാറ് തന്നെയാണ്, അയ്യപ്പസ്വാമിയായിട്ട് എത്തുന്നത്. അങ്ങനെ അദ്ദേഹം മഹാലക്ഷ്മിയെ രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.